നെളിഞ്ഞു നടക്കുന്ന സമൂഹത്തിന്റെ മുന്നിൽ മഹാനാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഓരോ ഭർത്താവും പഠിക്കണം. എടാ, നിനക്ക് നാട്ടുകാരുടെ മുന്നിൽ നിലയും വിലയും സ്ഥാനവുമുണ്ട്. നാട്ടുകാരുടെ മുന്നിൽ വലിയ സ്ഥാനമുണ്ട്. കൂടെ കിടക്കുന്നവരുടെ മുന്നിൽ നിനക്കൊരു സ്ഥാനവുമില്ല. പിന്നെ നീ ആരാ? നിനക്ക് സ്ഥാനം കിട്ടേണ്ടത് നിന്റെ ഭാര്യയുടെ മുന്നിലാണ്. നിന്റെ ഭാര്യയുടെ മുന്നിൽ നിനക്ക് സ്ഥാനമില്ലെങ്കിൽ പിന്നെ എവിടെ സ്ഥാനം കിട്ടിയിട്ട് എന്ത് കാര്യം? നിങ്ങൾ പഠിക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദർ യുദ്ധത്തിന് വരട്ടെ എന്ന് ചോദിക്കുന്ന തന്റെ പ്രിയപ്പെട്ട മകളുടെ ഭർത്താവിനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിന്റെ ഭാര്യ സുഖമില്ലാതെ കിടക്കുകയല്ലേ, നിന്റെ ഭാര്യ റുഖിയ സുഖമില്ലാതെ കിടക്കുകയല്ലേ, നീ യുദ്ധത്തിന് വരണ്ട, പോയിട്ട് ഭാര്യയ്ക്ക് ഖിദ്മത്ത് ചെയ്യ്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, റക്കപ്പറ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയ്ക്ക് ഖിദ്മത്ത് ചെയ്യാൻ പറഞ്ഞു വിടുകയാ മുത്തുനബി. ഇരിക്കണ ഏത് ഭർത്താവാ ഭാര്യയ്ക്ക് ഖിദ്മത്ത് ചെയ്തിട്ടുള്ള? ജീവിതത്തിൽ ഇന്ന് വരെ അടുക്കളയിൽ കയറിയിട്ട് മീൻ വെട്ടിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ഭർത്താവ്? പച്ചക്കറി അരിയാറുണ്ടോ? അരി കഴുകിയിട്ടുണ്ടോ? ഇന്ന് വരെ നിന്റെ ഭാര്യയുടെ കൂടെ അടുക്കളയിൽ കയറി ജോലി ചെയ്തിട്ടുണ്ടോ? അതൊക്കെ നാണക്കേടല്ലേ? അടുക്കളയിൽ കയറിയിട്ട് മീൻ വെട്ടുക, ചോറ് വെക്കുക, കറി ഉണ്ടാക്കുക, പച്ചക്കറി അരി, അതൊക്കെ നാണമുള്ള കാര്യമാണോ? അല്ലേ? ആണോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാവ് കുഴച്ചിട്ടുണ്ട് അടുക്കളയിൽ പോയിരുന്നിട്ട്. അള്ളാഹുവിന്റെ പ്രവാചകം പാത്രം കഴുകിയിട്ടുണ്ട്. ജീവിതത്തിൽ പാത്രം കഴുകിയിട്ടുള്ള ഭർത്താക്കന്മാര് അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇങ്ങനെ നിങ്ങളുടെയൊക്കെ ഭർത്താക്കന്മാർ അടുക്കളയിൽ വന്ന് ജോലി ചെയ്യാറുണ്ടോ? ആകാശത്ത് നോക്കിയിരിക്കുക അല്ലേ? ഉസ്താദ് ഒന്ന് പറഞ്ഞു കൊടുക്കുന്നു. ആരാ സഹോദര? നമ്മുടെയൊക്കെ ജീവിതം നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് വീട്ടിലെ യന്ത്രം വാടകയ്ക്ക് മേടിച്ചുകൊണ്ടിട്ടിരിക്കുക. വീട്ടിലൊരു പണിക്കാരി നിർത്തിയിരിക്കുന്ന അത്ര തന്നെയാ ഭാര്യയുടെ സ്ഥാനം. പലരും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ യന്ത്രം, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ കിടന്നുണ്ടാക്കണം, നിനക്കുണ്ടാക്കി തരണം, നിന്റെ ഭർത്താവ്, നിന്റെ മക്കൾക്ക്, നിന്റെ കൂടപ്പുറപ്പിന്, നിന്റെ മാതാപിതാക്കൾക്ക് തുണി കഴുകണം, ബാത്റൂം കഴുകണം, വീട് തൂക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, ഇങ്ങനെ തിരക്കുകൾ. ഭാര്യയെ പരിഗണിക്കാത്തവർ, അള്ളാഹുവിന്റെ ദീൻ പറയുന്നത് ഭാര്യയെ ആദരിക്കണമെന്നാണ്. തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ ആദരിക്കണമെന്ന് അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. ആമീൻ പറ. പെണ്ണ് കെട്ടാത്തവര് പറയണ്ട, കെട്ടിയവര് പറ. വേണമെങ്കിൽ പറഞ്ഞാ മതി. ഇല്ലെങ്കിലേ എടുത്ത് കണ്ടില്ലേ, ഓരോ വാർത്തകൾ കണ്ടില്ലേ? ഒരു മനുഷ്യൻ പട്ടിണി കിടന്ന മരിച്ചുപോയത്. പെണ്ണും പിള്ളയെ മക്കളില്ലാത്ത മനുഷ്യനല്ല. ആലോചിക്കണം നമ്മൾ നല്ലതുപോലെ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സ്വാലിഹത്തുകളാക്കി തരുമാറാകട്ടെ, സ്വർഗത്തിലും ജോഡികളാക്കി തരുമാറാകട്ടെ. ആമീൻ പറ. ദുനിയാവിലെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് കിട്ടണമെന്ന് ആഗ്രഹമുള്ള ഭർത്താക്കന്മാരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. ഇതാ ബാക്കിയുള്ളവരൊന്നും പെണ്ണ് കെട്ടിയിട്ടില്ല. സ്റ്റേജിൽ ഇരിക്കണവരൊക്കെ പൊക്കിക്കോ. പെണ്ണുപിള്ളമാര് ലൈവ് കാണുന്നുണ്ട്. പോകുമ്പോ ചോദിക്കുക, എല്ലാരും കൈപൊക്കി, നിങ്ങളെന്താ പൊക്കാഞ്ഞെന്ന്. അശ്രവിസ മേടിക്കേണ്ട, കുഴപ്പമില്ല. ഇരിക്കണണ്ടില്ലേ? 10ഉം 40ഉം വയസ്സുള്ള 3ഉം 4ഉം മക്കളുള്ള പല ആണുങ്ങളും കൈവക്കിയില്ല. ഭാര്യ ഇല്ലാഞ്ഞിട്ടല്ല. ഉസ്താദേ, ഓളെ ഇവിടെ തന്നെ സഹിക്കാൻ പറ്റണില്ല, ഇനി സ്വർഗത്തിലും ഉണ്ടോന്ന് ചോദിക്കണേ. നമ്മൾ ചിന്തിക്കണതാ. നമ്മൾ ചിന്തിക്കുന്ന എന്താ? പലരും ചോദിക്കുക, എന്തിനാ ഉസ്താദെ പെണ്ണ് കെട്ടണേ? അല്ലേ? ചെറുപ്പക്കാരൊക്കെ ചോദിക്കാറുണ്ട്, ഈ പെണ്ണുങ്ങളൊക്കെ ചോദിക്കാറുണ്ട്, എന്തിനാ ഉസ്താദെ എന്തിനാ ഉമ്മ എന്നെ കെട്ടിച്ചു വിടുന്നേ? എന്തിനാ ഉമ്മ എന്നെ കെട്ടിച്ചു വിടുന്നേ? ഇങ്ങനെ ചോദിക്കണ പെണ്ണുങ്ങളുണ്ട്. അല്ല പറഞ്ഞ എന്തെന്നറിയോ? പെണ്ണ് കിട്ടിയ, പെണ്ണ് കല്യാണം കഴിച്ച എന്ത് കിട്ടുമെന്നറിയോ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന വിവാഹം കഴിച്ചാൽ കിട്ടുന്ന പ്രതിഫലം സമാധാനം കിട്ടുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പെണ്ണ് കെട്ടിയ എന്ത് കിട്ടും? കല്യാണം കഴിച്ച എന്ത് കിട്ടും? ഉറക്കപ്പറ, എന്ത് കിട്ടും? സമാധാനം കിട്ടും. എന്നാ ഉസ്താദെ ഞാൻ കല്യാണം കഴിച്ചത്? അന്നത്തോടെ എന്റെ സമാധാനം പോയെന്നാ നമ്മൾ പറയാ. ഞാൻ എന്നാണ് അന്നത്തോടുകൂടി എന്റെ സമാധാനം പോയി. അമിനത്ത, ഈ സാധനം എന്നാണ് എന്റെ കഴുത്തിൽ താലിയിട്ടത്? അന്നത്തോടുകൂടി എന്റെ കാര്യം പോയി. ഖുർആൻ പറയുന്നത് സമാധാനം കിട്ടുമെന്നാണ്. എന്നാൽ ജീവിതം കൊണ്ട് നമ്മൾ പഠിച്ചത് സമാധാനം ഇല്ല എന്നാണ്. എന്തുകൊണ്ടാണ്? ഒരിക്കലും ഖുർആൻ പറഞ്ഞത് തെറ്റാവില്ലല്ലോ. നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നത് ഒരിക്കലും തെറ്റൂല. അപ്പൊ നിന്റെ ജീവിതം ആ തലതിരിഞ്ഞു പോയത്. സീരിയൽ കാണുന്നത് പോലെ നിന്റെ ജീവിതത്തെ കാണുന്നത്. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ കുടുംബ ജീവിതത്തിനെ പോലെ ആനന്ദമുള്ള ഒന്നും ഈ ദുനിയാവിലില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ വിചാരിക്കുക ഏറ്റവും വലുത് സ്വർഗമാണ്, ഇല്ലേ? ഏറ്റവും സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കോ. ഉറങ്ങണ വാപ്പ ചാടി പൊക്കിക്കോ. അരക്കയ്യന്മാരെ ഒന്നും അല്ല അവിടെ കയറ്റത്തില്ല. പൊക്കണമെങ്കിൽ നല്ലതുപോലെ പൊക്കിക്കോ. അല്ല കരുണയുള്ളവനെ ചിലപ്പോ ഈ പൊക്കിയതിന്റെ പേര് സ്വർഗം തന്നാലും ഒന്ന് പൊക്കിക്കോ.
നിങ്ങളെങ്ങനെ പോണോ? സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ള താത്താമാരൊക്കെ ഒന്ന് കൈവക്കിക്ക്. വളയും മോതിരൊക്കെ ഇങ്ങനെ തരണം കേട്ടോ. അതിപ്പോ കൊണ്ടുപോയിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ. പക്ഷെ അതെങ്കിൽ ഊരി തന്നിട്ട് പൊക്കോ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആദം നബി അലിഹിസ്സലാമിന് അള്ളാഹു സൃഷ്ടിച്ചു. ഒരു ഭാര്യയും ഭർത്താവും പഠിക്ക്. ആദം നബി അലിഹിസ്സലാമിന് അള്ളാഹു സൃഷ്ടിച്ചിട്ട് ആദം നബിയെ സ്വർഗത്തിലേക്ക് കടത്തിവിട്ടു. ആദം നബി സ്വർഗത്തിലൂടെ ഇങ്ങനെ അടിച്ചു പൊളിച്ചു നടക്കാൻ, തിന്നാനും കുടിക്കാനൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ നടക്കാൻ. അള്ളാന്റെ സ്വർഗത്തിലൂടെ ആദം നബി ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുന്നുണ്ട്. ഓഹ് റബ്ബേ, പറയുമ്പോ തന്നെ കൊതിയാകുന്ന സ്വർഗം. അപ്പൊ ആദം നബി സ്വർഗത്തിലൂടെ ഇങ്ങനെ സുഖിച്ച് നടക്കുന്നുണ്ട്. അപ്പൊ ഒരിക്കൽ നോക്കിയപ്പോ ആദം നബിയുടെ മുഖത്തൊരു സന്തോഷമില്ല. സ്വർഗത്തിൽ കൂടെ നടന്നിട്ട് അള്ളാന്റെ സ്വർഗത്തിലൂടെ നടക്കുന്ന ആദം നബിയുടെ മുഖത്തൊരു സന്തോഷം കാണാതെ വന്നപ്പോ അള്ളാഹു ചോദിച്ചു, അത്രേ ആദവേ, എന്തേ നിനക്ക് പറ്റിയേ? എന്തേ മുഖത്തൊരു സന്തോഷമില്ലാത്തത്? അള്ളാഹുവെ, എന്തോ ഒരു കുറവുള്ളതുപോലെ. ആദം നബി പറഞ്ഞ എന്താ? എന്തോ ഒരു കുറവുള്ളതുപോലെ, ഒറ്റയ്ക്ക് നടന്നിട്ടൊരു സുഖമില്ല. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം സ്വർഗത്തിൽ പോകണമെന്നാ. കാരണം ഹദീസിലൂടെ ഉസ്താദന്മാര് സ്വർഗം എന്താന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് കേട്ടിട്ട് നമ്മൾ ആഗ്രഹിക്കണം. ആദം നബി സ്വർഗത്തിലൂടെ നടന്നു പോയിട്ട് ആദം നബി പറയണ, ഒറ്റയ്ക്ക് നടന്നിട്ടൊരു സുഖമില്ല. ഹവ്വാ റളിയല്ലാഹു തആല അൻഹുവിനെ കൊടുത്തപ്പോഴ ആദം നബി പറഞ്ഞു, ഇപ്പോഴാ ഹാപ്പി ആയത്. അപ്പൊ എന്താ പഠിക്കണ്ടേ? എടാ, കൂടെ പെണ്ണും പിള്ള ഉണ്ടെങ്കിലേ അതിലൊരു സന്തോഷമുള്ളൂ. ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ജീവിതത്തിനേക്കാൾ സുഖമുള്ള ഒന്നും ഈ ലോകത്തില്ല എന്ന് ഈ ചരിത്രം പഠിപ്പിക്കുന്നില്ലേ? പിന്നെ ഭാര്യയും ഭർത്താവും അത് അടിയൊക്കെ കൂടും. സ്നേഹമുള്ളിടത്തല്ലേ അടി കൂടത്തുള്ളൂ. അഭിനയിക്കുന്നവർ തമ്മിൽ എന്തടി? എടാ, സ്നേഹമുള്ളിടത്ത് അടി കൂടും, വഴക്കൂടും. അല്ലാണ്ട് ചട്ടിയും കലവാകുമ്പോ തട്ടിയും മുട്ടിയൊക്കെ കിടക്കും. അടിയൊക്കെ ഉണ്ടാകണം വല്ലപ്പോഴും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയും പ്രവാചകനും വഴക്കൂടിയിട്ടുണ്ട്, പിണങ്ങിയില്ലേ? പഠിക്കേണ്ടത് എവിടാ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചങ്ങാതി പീഡനം സഹിക്കാൻ പറ്റണില്ല. ഭാര്യയുടെ പീഡനം സഹിക്കാൻ പറ്റണില്ല. അത്രയ്ക്കും പീഡനം സഹിക്കാൻ പറ്റാതെ ഖലീഫയോട് പരാതി പറയാൻ രാത്രി വരിക. ഇശാ കഴിഞ്ഞിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് തന്റെ ഭാര്യയെ കുറിച്ച് പരാതി പറയാൻ വേണ്ടി ചങ്ങാതി വന്നപ്പോ അവിടെ ബദർ യുദ്ധം നടക്കുക വീടിനകത്ത്. ഉമർ തങ്ങളെ നിർത്തിപ്പൊരിക്കുക ഭാര്യ. ഈ സാധുവായ മനുഷ്യൻ അല്ല പടപേടിച്ച് പന്തളത്ത് പോയപ്പോ പന്തം കൊളുത്തി പറയണ പോലെ ഈ ചങ്ങാതി മിണ്ടാതെ ഇറങ്ങിപ്പോയി. ഉമർ തങ്ങളെ വിളിച്ച്, ഭാഗ്യ വാപ്പ, എന്തെങ്കിലും വന്നിട്ട് തിരിച്ചു? ഒന്നുമില്ല. എന്ത് ചങ്ങായി പറ? എന്റെ ഭാര്യ എന്നോട് കിടന്ന് ചാടുന്നത് പറയാൻ വേണ്ടിയാ ഞാൻ ഇവിടെ വന്നപ്പോ സുബ്ഹാനല്ലാഹ്, അതിനെക്കാളും വലുതാ. മിണ്ടാതെ പോയതാ. നീ പറയുന്ന നിന്റെ ഭാര്യ പാത്രം എറിഞ്ഞു പൊട്ടിച്ചെന്ന് ആയിഷ ബീവി എറിഞ്ഞു പൊട്ടിച്ചില്ലേ? പിന്നല്ലേ നിന്റെ ആമിന. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ കറിയും പാത്രം എടുത്ത് എറിഞ്ഞ ഏറ് എവിടെ പോയി കിടന്ന് പൊട്ടിയെന്ന് നമുക്കറിയാലോ. ചരിത്രം അങ്ങനെ പറയുന്നത്. നബിയും ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹും പിണങ്ങിയിട്ടില്ലേ? പിണങ്ങും. പക്ഷെ നമ്മുടെ പിണക്കത്തെ പോലല്ല. പിണങ്ങിക്കഴിഞ്ഞാൽ തീർക്കണം. ഒരിക്കൽ പിണക്കം നീണ്ടുപോയെന്നാ ബോറടിക്കണുണ്ടാ? ഒരിക്കൽ ആയിഷ ബീവിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തമ്മിലുള്ള പിണക്കം നീണ്ടുപോയി. മധ്യസ്ഥ പറയാൻ വേണ്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നു. ഭാര്യയും ഭർത്താവും പിണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മധ്യസ്ഥ വേണമല്ലോ. അങ്ങനെ അബൂബക്കർ തങ്ങൾ വീട്ടിലേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആയിഷ, നിനക്ക് പറയാനുള്ളതൊക്കെ പറ. പഠിക്കേണ്ടത് ഇവിടെ. നമ്മൾ അങ്ങനല്ല. പെണ്ണുമ്പിള്ളയുടെ വീട്ടുകാർക്ക് സംസാരിക്കാൻ അവകാശമില്ല. കെട്ടിയവന്റെ വീട്ടുകാർ പറയും, പെണ്ണുമ്പിള്ള വീട്ടുകാർ കേട്ടോണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ, ആയിഷ, നിനക്ക് ആദ്യം എന്താ പറയേണ്ടത്? ഈ പറഞ്ഞോളാം. മുത്തുനബി മിണ്ടാതിരുന്നു. ആയിഷ ബീവി പറയാൻ തുടങ്ങി. പക്ഷെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ പറയാൻ പാടില്ലാത്ത എന്തോ ഒരു വാക്ക് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി, ഭർത്താവല്ലേ, വാപ്പയായിരിക്കണത്. ആയിഷ ബീവി നിങ്ങൾ എങ്ങനെയൊക്കെ പറയുന്ന ദേഷ്യം വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയാൻ പാടില്ലാത്ത എന്തോ ഒരു വാക്കങ്ങോട്ട് പറഞ്ഞു. അബൂബക്കർ തങ്ങൾക്ക് സഹിച്ചില്ല. മുത്ത് നബിയാ പറഞ്ഞേ. ചാടി എഴുന്നേറ്റിട്ട് കൊടുത്തു ആയിഷ ബീവിയുടെ മുഖം നെടുവരണം. വാപ്പയാ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പ്രവാചകനോട് ദേശി ഇങ്ങനെ പരാതി പറയുമ്പോ എന്തോ ഒരു വാക്ക് പറഞ്ഞു പോയി. ചാടി എഴുന്നേറ്റിട്ട് കൊടുത്തു ആയിഷ ബീവിയുടെ മുഖത്തടിച്ചു. ആയിഷ ബീവിക്ക് പടച്ചോൻ അതിനേക്കാല് സങ്കടം. ഭർത്താവിന്റെ മുന്നിൽ വെച്ച് വാപ്പ തല്ലി. എന്തൊരു വേദന. ആയിഷ ബീവി കരയാൻ തുടങ്ങി.
ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ കരയാൻ തുടങ്ങി. ദിവസം 2 ദിവസവും 3 ദിവസമായി മുത്തുനബി പിണങ്ങിയിട്ട് തന്റെ ഭാര്യ കരയുന്നത് കണ്ടപ്പോ ആ പിണങ്ങിയിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആയിഷ ബീവിയെ കെട്ടിപ്പിടിച്ചിട്ട് അബൂബക്കർ തങ്ങളോട് ചോദിച്ചു, മധ്യസ്ഥ പറയാമെന്നാ മധ്യസ്ഥ പറയണേ, എന്റെ പെണ്ണുമ്പിള്ളത്തല്ല നിന്നോട് ആരാ പറഞ്ഞ? പോയി അതാ എടാ, മധ്യസ്ഥ പറയാമെന്നാ മധ്യസ്ഥ പറയണേ, എന്റെ ഭാര്യത്തല്ല നിനക്ക്, വാപ്പ അതൊക്കെ വീട്ടിൽ, വാപ്പയും മകളൊക്കെ വീട്ടില്, എന്റെ ഭാര്യത്തല്ല. ഇതാ ഭാര്യയുടെ കണ്ണ് നിറഞ്ഞ തീരണം നമ്മുടെ വാശിയും വൈരാഗ്യവും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇതങ്ങനല്ല, പിണങ്ങിക്കഴിഞ്ഞാൽ പറയും, എഴുന്നേക്കാൻ പോലും പറ്റാത്ത ഭർത്താവിന്റെ വാപ്പ വരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കും. ഇന്നലെ വരെ ചക്കരയും മുത്തുമായി കിടന്ന ഭാര്യയും ഭർത്താവും എന്തെങ്കിലും പറഞ്ഞു പിണങ്ങിക്കഴിഞ്ഞ പിന്നെ കേസ് ഭർത്താവ് പീഡിപ്പിച്ചു എന്നല്ല, നേരെ നിൽക്കാൻ പറ്റാത്ത വാപ്പ കയറി പിടിച്ചു എന്ന് കേസ് കൊടുക്കുന്ന കാലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് അതൊന്നുമല്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ 2 പെൺമക്കളെ വിവാഹം കഴിച്ച ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഭാര്യമാരുമായിട്ടുള്ള ബന്ധം അങ്ങനെയായിരുന്നു. തന്റെ ഭാര്യയോടുള്ള കടമകളും കടപ്പാടുകളും പാലിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ വാപ്പയായ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട പൊന്നുമകളെ, തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ ഭർത്താവ് നല്ല രീതിയിൽ നോക്കുന്നത് കണ്ടപ്പോൾ അതാ ആദ്യത്തെ മകള് മരണപ്പെട്ടു. 2ാമത്തെ മകളെയും വിവാഹം കഴിച്ചു കൊടുക്കുകയാ. 2ാമത്തെ മകളെയും വിവാഹം കഴിച്ചു കൊടുത്തു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞതെന്തെന്നറിയോ? ഇനി ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഉസ്മാനേ, നിനക്ക് തന്നെ ഞാൻ വിവാഹം കഴിച്ച് തരുമായിരുന്നു. ഇങ്ങനെ ഒരു വാപ്പ തന്റെ മരുമകനെ നോക്കിയിട്ട് പറയണമെങ്കിൽ, അല്ലാഹുവേ, ഇതുപോലെ ഒരു പെണ്ണിന്റെ വാപ്പ തന്റെ പ്രിയപ്പെട്ട മരുമകനെ നോക്കിയിട്ട് പറയണമെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് ചിന്തിച്ചു നോക്ക്. ഇത് ഭാര്യയല്ല പറയുന്നത്, നാട്ടുകാരല്ല പറയുന്നത്, ഭർത്താവിന്റെ കുടുംബക്കാരല്ല പറയുന്നത്, ഒരു പെണ്ണിന്റെ വാപ്പയാണ് പറയുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന, കുടുംബജീവിതം കളിക്കാറുള്ളതല്ല, തല്ലി തീർക്കാറുള്ളതല്ല, അത് സ്നേഹിക്കാറുള്ളതാണ്, പരസ്പരം സ്നേഹിച്ച് തീർക്കാറുള്ളതാണ്. അല്ലാഹുവേ, ഞങ്ങളെ കുടുംബസമേതം നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിയൂൻ ലഹും ഫീഹാ ഫാകിഹതു വലഹും മാ യദ്ഊൻ. അല്ലാഹുവേ, സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന കുടുംബത്തിൽ പെടുത്തണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തില് 2ാമത്തെ ഗുണമെന്തെന്നറിയോ? ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരുടെ പെൺമക്കളിൽ നിന്ന് 2 പേര് വിവാഹം കഴിച്ച ലോകത്തെ ഏക വ്യക്തി മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുമാണ്. 3ാമത്തെ ഗുണമെന്തെന്നറിയോ? ഒരുപാട് സമ്പത്ത് ഉണ്ടായിരുന്ന സ്വഹാബിയ, അല്ലാഹു ഒരുപാട് സമ്പത്ത് കൊടുത്ത സ്വഹാബിയ. അല്ലാഹു കൊടുത്തത് അല്ലാഹുവിന് ഇഷ്ടമുള്ള വഴിയിൽ കൊടുക്കാൻ ഉസ്മാൻ തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു. സദക്ക എന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു, സദക്ക കൊടുക്കാൻ വല്ലാത്ത ആർത്തിയായിരുന്നു. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെന്ന് പറഞ്ഞു, സ്വഹാബ, അല്ലാഹുവിന്റെ ദീനിന് അല്പം സമ്പത്തിന്റെ ആവശ്യമുണ്ട്, യുദ്ധത്തിന് വേണ്ടി പോകാൻ തയ്യാറെടുക്കുകയാണ്. ആരാണ് സഹായിക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകന് മസ്ജിദ് നബവിയിൽ ഇരുന്നു കൊണ്ട് സദഖ കൊടുക്കുമ്പോ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, 100 ഒട്ടകങ്ങളും ആ ഒട്ടകങ്ങളുടെ മുകളിൽ വെക്കുന്ന കട്ടിലും ഞാൻ തരാ നബിയേ. 100 ഒട്ടകങ്ങൾക്കും അതിനാവശ്യമുള്ളതും ഞാൻ തരാ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ഉസ്മാൻ തങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. എന്നിട്ട് ചോദിച്ചു, ഇനി ആരാവുള്ളത്? യാ റസൂലല്ലാഹ്, 200 കൂടെ തരാ നബിയേ. ആദ്യം തന്ന 100 കൂട്ടാതെ 200 ഒട്ടകങ്ങൾ
തങ്ങളെ കൂടെ ഞാൻ തരാ നബിയേ. ഉസ്മാൻ തങ്ങൾ എഴുന്നേറ്റ് പറയുമ്പോ രണ്ടാമതും അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ദുആ ചെയ്യുകയാ. എന്നിട്ട് ചോദിച്ചു, സഹാബാ ഇനി ആരാ ഉള്ളത് അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ? യാ റസൂലല്ലാഹ് 300 തരാ നബിയേ. ആദ്യം 100 പറഞ്ഞു, പിന്നെ 200 പറഞ്ഞു, പിന്നെ 300 പറഞ്ഞു. സഹാബത്ത് പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ അങ്ങനെ ചോദിച്ചു കൊണ്ടിരുന്നെങ്കിൽ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്നെങ്കിൽ തന്റെ സമ്പാദ്യം മുഴുവനും തീരുന്നത് വരെ കൊടുക്കുമായിരുന്നു ഉസ്മാൻ തങ്ങൾ. അതാ നമ്മളോ അന്ന് പള്ളി പെയിന്റ് അടിച്ചപ്പോ തന്നില്ലേ, അന്ന് കോളേജ് പണിതപ്പോ തന്നില്ലേ, ഇനിയില്ല. ഒരു വട്ടം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കൊടുക്കാറില്ല. അത് പറഞ്ഞു പറഞ്ഞ് കുറെ കാലം നീട്ടും. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അങ്ങനെ ആയിരുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ തബൂക്ക് യുദ്ധമാണെന്ന് തോന്നുന്നു, ഏതോ ഒരു യുദ്ധത്തിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സദക്ക ചോദിച്ചപ്പോ ഉസ്മാൻ തങ്ങൾ ചാടി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, 950 ഒട്ടകങ്ങളെ ഞാൻ തരാ നബിയെ. സുബ്ഹാനല്ലാഹ്. ഇന്നൊക്കെ തന്നെ ഒരു ഒട്ടകത്തെ വാങ്ങണേ എത്ര കാശ് വേണം? ഹജ്ജിനും ഉംറയ്ക്കും പോകുമ്പോഴൊക്കെ വാങ്ങാൻ നിൽക്കുമല്ലോ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, 950 ഒട്ടകങ്ങളെ ഞാൻ തരാം, 50 കുതിരകളെ തരാം, 10,000 സ്വർണ്ണ നാണയം ഞാൻ തരാ നബിയെ. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അല്ലാഹു കൊടുത്ത സമ്പത്ത് കൊടുക്കാൻ, അല്ലാഹുവിന്റെ ദീനിന് കൊടുക്കാൻ ഒരു മടിയുമില്ല. നമ്മൾ ഇന്ന് മദീനത്ത് പോകുമ്പോൾ ബിർ ഉസ്മാൻ എന്ന് പറഞ്ഞൊരു കിണർ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ സ്വഹാബത്ത് വന്നിട്ട് പറഞ്ഞു, നബിയേ വെള്ളം കോരാൻ സമ്മതിക്കുന്നില്ല ജൂതൻ, മുസ്ലിമീങ്ങളെ വെള്ളം കോരാൻ സമ്മതിക്കുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ സ്വഹാബത്ത് വന്ന് പരാതി പറഞ്ഞപ്പോ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് ആ മനുഷ്യനെ തേടിപ്പോയി. ആ മനുഷ്യന്റെ അടുക്കൽ പോയിട്ട് ചോദിച്ചു, കൊടുക്കുമോ കിണറ്? കൊടുക്കുവോ കിണറ്? 35,000 വരുന്ന വെള്ളി നാണയം എണ്ണി ആ മനുഷ്യന്റെ മുന്നിൽ വെച്ചു കൊടുത്തു. എന്നിട്ട് വന്ന് പറഞ്ഞു, നബിയേ കിണർ വാങ്ങി നബിയേ, ആര് വേണമെങ്കിലും കോരി കുടിച്ചോ. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു മക്കത്തും മദീനത്തും മസ്ജിദുൻ നബവിക്ക് വേണ്ടിയും എന്തിനാ പരിശുദ്ധമായ കഅബാലയം, ആ കഅബാലയത്തിന്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആ കഅബാലയം വിപുലീകരിക്കുന്നതിന് വേണ്ടി സ്ഥലം വേണമായിരുന്നു. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അറബികൾ ചോദിച്ച പൈസ കൊടുത്തിട്ടാണ് വാങ്ങിച്ചു കൊടുത്തത്. എന്റെ പ്രിയപ്പെട്ടവരെ, സദക്ക കൊടുക്കാൻ വല്ലാത്ത ഒരു മനസ്സ്, അല്ലാഹു കൊടുത്തിരുന്ന ഒരു വല്ലാത്തൊരു മനസ്സായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു കൊടുത്ത സമ്പത്ത് വാരിക്കോരി കൊടുക്കാൻ അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല, അത് എല്ലാവർക്കും അല്ലാഹു കൊടുക്കുന്ന ഒരു ഭാഗ്യമല്ല. സദക്ക കൊടുക്കാനുള്ള ഭാഗ്യം അതൊരു വല്ലാത്ത അനുഗ്രഹമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ കോടീശ്വരനതിനുള്ള അർഹതയുണ്ടാകണമെന്നില്ല. എത്രയെത്രയോ കോടീശ്വരന്മാരെ കാണാ പള്ളിക്കും മദ്രസകൾക്കും പാവങ്ങൾക്കും യതീമീങ്ങൾക്കും രോഗികൾക്കും വേണ്ടി ചോദിക്കുമ്പോ എന്തെങ്കിലും നക്കാപ്പിച്ചതെന്ന് പറഞ്ഞു വിടുന്ന എത്രയോ സമ്പന്നന്മാരെ അറിയാ. എന്റെ പ്രിയപ്പെട്ടവരെ, വയലിന്റെ സദസ്സുകളില് പിരിവെടുക്കുമ്പോൾ എന്തെങ്കിലും പള്ളിക്കും മദ്രസയ്ക്കും വേണ്ടി ചോദിക്കുമ്പോ അതാ ലക്ഷങ്ങളുള്ളവനും ഇണ്ടാതെ ഇരിക്കുമ്പോ നിങ്ങളൊക്കെ കാണുന്നവരല്ലേ വയലിന്റെ സദസ്സിൽ ഏതെങ്കിലും പെണ്ണുങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അച്ഛനെ ചെവിയിലും കയ്യിലും കാലിലുമെല്ലാം ഒരുപാട് സ്വർണ്ണമിട്ടുകൊണ്ട് മിണ്ടാതിരിക്കുമ്പോ അല്ലാഹുവേ, വാടക വീട്ടിൽ കിടക്കുന്ന പെങ്ങൾ തന്നെ മോതിരമൂരി തരുന്ന ഉസ്താദേ, വാടക വീട്ടിലാണ് സ്വന്തമായിട്ടൊരു വീട് കെട്ടാ ദുആ ചെയ്യടേ ഉസ്താദേ, ലക്ഷങ്ങളുടെ കടമുണ്ട്, ദുആ ചെയ്യുന്നതിന് വേണ്ടി ഒരു മോതിരം. പടച്ചവനെ, അതൊരു മനസ്സാണ് പെങ്ങള്, അതൊരു മനസ്സാണ് പെങ്ങള്. സദഖ കൊടുക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റില്ല. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കേ കഴിയൂ. കാരണം പൈസ ഉണ്ടെന്ന് പറഞ്ഞ് കൊടുക്കാനുള്ള മനസ്സുണ്ടാകണമെന്നില്ല. മനസ്സ് കൊടുക്കുന്നത് ആരെന്നറിയോ? അത് പടച്ചറപ്പാ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഒരു മനുഷ്യനെ സദഖ കൊടുക്കാൻ തീരുമാനിച്ചാൽ 50 ലക്ഷമല്ല, 50,000 അല്ല, 5,000 അല്ല, 500 അല്ല, 5 രൂപയല്ല, 1 രൂപ
ഏതെങ്കിലും ഒരു മനുഷ്യന് സദഖ കൊടുക്കാൻ തീരുമാനിച്ച 70 ശൈത്താൻ കയ്യിൽ പിടിക്കുകയാ, 70 ശൈത്താന്മാര് കയ്യിൽ പിടിക്കുകയാ. കൊടുക്കല്ലേ കൊടുക്കല്ലേ. 70 ശൈത്താന്മാരെ കയ്യിൽ പിടിച്ചിട്ട് തടയുകയാണ്. 70 പേരെ പരാജയപ്പെടുത്തിയാലേ 1 രൂപ സദഖ കൊടുക്കാൻ കഴിയൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരുമ്പോ അല്ലാഹു കൊടുത്ത സമ്പത്ത് മുഴുവനും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കാൻ മനസ്സ് കാണിച്ച സ്വഹാബിയാണ് ഉസ്മാൻ തങ്ങൾ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഗുണമാണ് നമുക്കും വേണ്ടത്. നമ്മളാണെങ്കിലോ പഠിച്ചവനെ ബക്കറ്റ് എടുക്കുന്ന സമയത്ത് ഇറങ്ങി ഓടാൻ കാത്തിരിക്കുന്നവരാണ്. ബക്കറ്റ് മുന്നിലേക്ക് കടന്നു വരുമ്പോ ഉറക്കം നടിക്കുന്നവരാ നമ്മളിൽ പലരും. പഠിച്ചവര് പള്ളിക്ക് വേണ്ടി ചോദിക്കുമ്പോ ചോദിക്കാ തുടങ്ങിയാ പിന്നെ ഇറങ്ങി ഓട്ടമാണ് തുടങ്ങിയെന്ന് പറഞ്ഞ് കളിയാകുകയാണ്. നമ്മളാ കൂട്ടത്തിൽ പെടരുത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്. അതുകൊണ്ട് സദഖ കൊടുക്കുന്ന ഒരു നല്ല ഗുണമുണ്ടല്ലോ നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരണേ. അല്ലാഹു നിനക്ക് തന്നതിൽ നിന്നൊരൽപ്പം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കണേ. നിങ്ങൾ വിചാരിക്കുമോ കൂട്ടിവെച്ചാ കൂടുമെന്ന്? ആരാ പറഞ്ഞത് കൂട്ടിവെച്ചാ കൂടുമെന്ന്? കൊടുത്താ തീർന്നു പോകുമെന്ന് ഭയക്കുന്ന മുസ്ലിമേ, കൊടുത്താ കുറഞ്ഞു പോകുമെന്ന് പറയുന്നവരുണ്ടല്ലോ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. കൊടുത്താ കുറഞ്ഞു പോകണമെങ്കിൽ മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ കാലിട്ടടിച്ച സ്ഥലത്ത് നിന്നാണല്ലോ സംസം വെള്ളമുണ്ടായത്. എന്റെ പ്രിയപ്പെട്ടവരെ, എത്രയോ കൊല്ലങ്ങൾ കൊണ്ട് ജനങ്ങൾ സംസം വെള്ളം കുടിക്കുന്നുണ്ട്. എന്തേ തീരാത്തത്? എന്തേ തീരാത്തത്? എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വീട്ടിലെ കിണറുണ്ടല്ലോ, ആ കിണർ 1 മാസം വെള്ളം കോരാതെ അടച്ചിട്ട് നോക്ക്. കൊടുത്താൽ കുറഞ്ഞു പോകുമെങ്കിൽ ഞാൻ പറയുന്നത്, നിങ്ങളുടെ വീട്ടിലെ കിണറ്റിൽ നിന്ന് ഇനി 2 മാസം വെള്ളം കോരണ്ട. നിറയുവോ? നിറയൂല, നിറയാറില്ല. പക്ഷെ നിങ്ങൾ കോരുന്നതിനനുസരിച്ച് അല്ലാഹു നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കും. കൊടുക്കുന്നതിനനുസരിച്ച് ഇന്ന് വരെ ഒരു മനുഷ്യനും സദഖ കൊടുത്തിട്ട് ഫക്കീറായിട്ടില്ല. അല്ലാഹു കൊടുത്ത സമ്പാദ്യം മുഴുവനും അള്ളാന്റെ ദീനിന് വേണ്ടി ചെലവഴിച്ച് ദരിദ്രനായി പോയ ആരുമില്ല. അല്ലാഹു കൊടുക്കുന്നതിനനുസരിച്ച് അല്ലാഹു വാരിക്കോരി കൊടുക്കും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹു ഈമാൻ നൽകും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബക്കറ്റിട് മക്കളെ, ഇറങ്ങി ഓടേണ്ടവരോട്, ഉറക്കം നടിക്കേണ്ടവർ ഉറക്കം നടിക്ക്, ആകാശം നോക്കി നക്ഷത്ര എണ്ണേണ്ടവർ എണ്ണിക്കോ. അല്ലാഹു തന്ന സമ്പത്ത് അസ്സദഖത്തു റദ്ദുൽ ബലാ. സദഖ വിപത്തിനെ തട്ടിമാറ്റും. നിന്റെ പൈസ അല്ലാഹ്ക്ക് വേണ്ട. നീ ഓസിന് 5 നയാ പൈസ കൊടുക്കണ്ട. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന് കൊടുത്താലുള്ള നേട്ടം നിനക്ക് തന്നെ, അല്ലാഹ്ക്കല്ല. നിങ്ങൾ ആരെങ്കിലും അല്ലാഹു തന്ന സമ്പത്ത് പടച്ചവന് കൊടുക്കാനുള്ള മനസ്സ് കാണിച്ചാൽ അതിന്റെ പ്രതിഫലം നിനക്ക് തന്നെ. ക്യാൻസർ വന്നതിന് ശേഷം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന് ചില അടിമകളുണ്ട്, ആ അടിമകൾ രോഗം വന്ന സദഖ കൊടുത്തിട്ട് ചികിത്സിക്കും. അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അവര് രോഗത്തെ ചികിത്സിക്കുന്നത് സദഖ കൊടുത്തിട്ടാ. നമ്മളോട് ചോദിക്കും, പള്ളിക്കതാ മദ്രസയ്ക്കതാ? ഇല്ലുസ്താദെ, ഇല്ലുസ്താദെ, ഇല്ലുസ്താദെ. ഒന്നുമില്ല ഉസ്താദെ. ഒന്ന് ഛർദിച്ചു, അല്ലെങ്കിൽ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു മുഴ വന്നു, ഡോക്ടർ പറഞ്ഞു ക്യാൻസർ ആണോ എന്നറിയാ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അപ്പൊ നീ 2000 നോട്ട് വായിട്ട് പള്ളിയിൽ വരും. ഉസ്താദെ ദുആ ചെയ്യ്. അപ്പോഴാ വരണ്ടേ? ഗൾഫിലാണല്ലോ ഭർത്താവ് ലക്ഷം അയച്ചു തരുന്നുണ്ടല്ലോ, പള്ളിക്ക് വല്ലതും കൊണ്ട്. ഒന്നുമില്ല ഉസ്താദെ, ഒന്നുമില്ല ഉസ്താദെ. അറബി പറഞ്ഞു, എന്നാ നീ വീട്ടിൽ പൊക്കോ. അറബി പറഞ്ഞു, എന്നാ ഈ മാസം കഴിഞ്ഞ അപ്പ വരും. ഒന്നുമില്ലാത്ത നീ എന്തിനെ പിടിക്കണേ? എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഒരു നല്ല ലക്ഷ്യമാണ് ഈ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അള്ളാഹു നിങ്ങൾക്ക് തന്നതിൽ നിന്നൊരൽപ്പം ഇൻഷാ അല്ലാഹ് അള്ളാഹു നിങ്ങൾക്ക് തന്നതിൽ നിന്നൊരൽപ്പം അൽഹംദുലില്ലാഹ്. പടച്ചവനെ, മാരകമായ അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് എന്നെയും എന്റെ കുടുംബത്തെയും നീ കാക്കണേ അല്ലാ. 18 കോടി രൂപയല്ലായിരുന്നു ഒരു ഇഞ്ചക്ഷന് വേണ്ടത്. നിന്റെ കുടുംബം വിറ്റുപറക്കിയാൽ പോലും പൈസ ഉണ്ടാകുമോ? നീ നിന്റെ ആയുഷ്കാലം മുഴുവനും സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാ മാറാത്ത ഒരു രോഗം അല്ലാന്ന് നീ എന്ത് ചെയ്യും ആമിന? അതുകൊണ്ട് അള്ളാഹു തന്നത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്ക്. എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് സദഖ. മക്കളെ ഓടല്ലേപ്പാ, മുത്തല്ലിങ്ങൾ ബക്കറ്റും കൊണ്ട് ഓടണ്ട. നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ കിട്ടുന്ന അവസരം. സമാധാനത്തിൽ നിന്ന് പേടിച്ചോ. ആരും ബക്കറ്റിൽ നിന്ന് കൈയിട്ട് വരല്ലേപ്പാ. 100 രൂപ എടുത്ത് ബക്കറ്റ് ഇടും, 90 നിനക്കും 10 അല്ലാഹിക്കും. ആ പണി കാണിക്കല്ലേ. അതുകൊണ്ട് ഇടുന്നത് കിടക്കട്ടെ. അൽഹംദുലില്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. സ്വലാത്ത് പറ സല്ലല്ലാഹു.
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിലെ മൂന്നാമത്തെ ഗുണം, അല്ലാഹു കൊടുത്ത സമ്പത്ത് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി കൊടുക്കാൻ വല്ലാത്ത ആഗ്രഹമായിരുന്നു. 4 അല്ലാഹനെ വല്ലാത്ത പേടിച്ചിരുന്ന സ്വഹാബി, അല്ലാഹനെ വല്ലാത്ത പേടിയ. അല്ലാഹനെ വല്ലാതെ പേടിച്ചിരുന്ന സ്വഹാബിയാണ് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. വല്ലാത്ത പേടിയായിരുന്നു, അല്ലാഹനെ വല്ലാത്ത ഭയമായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം അവിടെ നിന്ന് വായിച്ചു നോക്കൂ. അല്ലാഹുവേ, ഉസ്മാൻ തങ്ങളുടെ മുന്നിൽ ഖബറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് കരയുമായിരുന്നു. ഖബറെന്ന് പറഞ്ഞാ പേടിയാ, ഖബറിനെ കുറിച്ച് പറയുന്നത് പേടിയാ. അല്ലാഹുവേ, ഖബർ കണ്ടാ കരച്ചലാണ്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ താടിരോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. പടച്ചവരെ, ഖബറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു വല്ലാതെ കരയുമായിരുന്നു. സ്വഹാബത്ത് പോലും അത്ഭുതത്തോടെ ചോദിക്കുന്ന ഉസ്മാൻ തങ്ങളെ, നരകം പറയുമ്പോ നിങ്ങൾ ഇതുപോലെ കരയാറില്ലല്ലോ. അസ്റയെ കുറിച്ച് പറയുമ്പോ, സിറാത്തിനെ കുറിച്ച് പറയുമ്പോ, മീസാനിനെ കുറിച്ച് പറയുമ്പോ, അല്ലാഹുവിന്റെ അദാബുകളെ കുറിച്ച് പറയുമ്പോ, മരണത്തെ കുറിച്ച് പറയുമ്പോ നിങ്ങൾ ഇതുപോലെ കരയാറില്ലല്ലോ. എന്തുകൊണ്ടാണ് ഖബറിനെ കുറിച്ച് പറയുന്ന സമയത്ത് മാത്രം ഇങ്ങനെ കരയുന്നതെന്ന് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് അവിടുന്ന് സ്വഹാബത്ത് ചോദിക്കുമ്പോ ഉസ്മാൻ തങ്ങളെ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ ചെറുപ്പക്കാരാ? ഉസ്മാൻ തങ്ങളെ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഖബർ കണ്ടാ വല്ലാത്ത കരച്ചലാ. ഉസ്മാൻ തങ്ങളുടെ താടിരോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. പടച്ചവനെ, അങ്ങനെയാണല്ലോ. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മഴമാ സുബ്ഹാനാ റബ്ബി അതിൽ കിടക്കേണ്ടതാ നസുമാനാ. ഖബറിനെ കുറിച്ച് പറഞ്ഞാലേ പേടിക്കണം മുസ്ലിമേ. ഖബർ കണ്ടാ കരയടേ, ഖബർ കണ്ടാ കരയടേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഖബർ കുടിക്കുന്നവനും കരയാറില്ല, മയ്യത്ത് ഖബറിൽ ഇറക്കി വെക്കുന്നവനും കരയാറില്ല, മണ്ണ് വാരിയിടുന്നവനും കരയാറില്ല. അവനും തമാശയാണ്, അവനും ചിരിയാണ്, കളിയാണ്. ചെറുപ്പേ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഖബറിനെ നിങ്ങൾ മറന്നു പോകരുത്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, എന്തിനാ ഖബർ കാണുമ്പോ കരയുന്നതെന്ന് ചോദിക്കുമ്പോ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഒറ്റയ്ക്ക് പോയി കിടക്കേണ്ട വീടല്ലേ. ഖബർ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ ഫമൻ നജാ ഫീഹി. അവിടെന്ന് പറഞ്ഞല്ലോ, ഖബർ തുടക്കമാണല്ലോ, ഖബർ തുടക്കമാണല്ലോ. ഖബറിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ രക്ഷപ്പെട്ട ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും രക്ഷപ്പെടുമല്ലോ. അവിടെ ആരെങ്കിലും പരാജയപ്പെട്ട ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും പരാജയപ്പെടുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ചിന്തിക്കാത്തത് എന്ന് വഅദ കഴിഞ്ഞിരിക്കുന്ന പെണ്ണുങ്ങളോട് ഞാൻ പറയുകയാ. എന്ന് വഅദ കഴിഞ്ഞ് നിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട്, എന്റെ പ്രിയപ്പെട്ടവരെ, രാത്രി പോകട്ടെ, നാളെ ഒരു 10 മണിയാകുമ്പോ, നാളെ രാവിലെ ഒരു 10 മണിക്ക് നിന്റെ വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത്, നീ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത്, വീടിന്റെ വാതിലുകളും ജനലുകളുമെല്ലാം അടച്ചിട്ട് ഒറ്റയ്ക്ക് നിന്റെ ബെഡ്റൂമിന്റെ അകത്ത് ഫാനിടാതെ ഒരു 10 മിനിറ്റ് തരിച്ചിരിക്കാം നിന്നെ കൊണ്ട് കഴിയുമോ? പെണ്ണേ, മൊബൈൽ ഓഫ്
ഓഫാക്കി വെച്ചിട്ട്, പടച്ചവനെ TV ഓഫാക്കി വെച്ചിട്ട്, ഫാനിടാതെ വാതിൽ മുഴുവനും അടച്ചിട്ട്, ഒരു 10 മിനിറ്റ് നിന്റെ വീടിന്റെ ബെഡ്റൂമിന്റെ അകത്ത് നിനക്കൊറ്റയ്ക്കിരിക്കാൻ കഴിയുമോ പെങ്ങളെ? പേടിയാ മോളെ, പേടിയാ മോളെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ചാലിയം പള്ളിയിലെ കബറ് കുടിച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടത്തെ പള്ളിയിലെ കബറ് കുടിച്ചിട്ടുണ്ടെങ്കിൽ, നാളെ 10 മണിയാകുമ്പോ നിനക്കൊന്ന് പോകാൻ പറ്റുമോ? ഒറ്റയ്ക്ക് പള്ളിപ്പറമ്പിൽ പോയിട്ട് ആ കുടിച്ചിട്ടിരിക്കുന്ന കബറിന്റെ ചാരത്ത് പോകടാ. കബറിനകത്ത് ഇറങ്ങാ ധൈര്യമുണ്ടോ? കബറിനകത്ത് കിടക്കാ ധൈര്യമുണ്ടോ? മോനെ, പള്ളിപ്പറമ്പിലെ കബറിന്റെ ചാരത്ത് പോയി നിന്നിട്ട് കബറിന്റെ ആഴമ സോദരാ നീ നോക്ക്. അതിൽ നിന്ന് മെല്ലെ ഇറക്കലും വന്നോർക്ക്. ഇതുപോലെ ജീവിത കാലമില്ലൊരുക്കുണ്ട്, കുലുസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട്. പോയി നിക്ക് ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഉസ്താദേ നന്നാകണമെന്ന് ആഗ്രഹമുണ്ട്, ഉസ്താദേ നന്നാകണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് പറ്റുന്നില്ല എന്ന് പറയുന്ന ചെറുപ്പക്കാരാ, കണ്ണുകൂടി മാറ്റണം ഉസ്താദ്, ചാവടിക്കുന്നത് മാറ്റണം ഉസ്താദ്, 5 നേരം പള്ളിയിൽ വന്ന് നിസ്കരിക്കണം ഉസ്താദ്, എന്റെ പ്രായം എനിക്ക് കുറയായല്ലോ, നന്നാകണമെന്നുണ്ട്, പറ്റുന്നില്ല എന്ന് പരാതി പറയുന്നവരോട് 5 നയാ പൈസയുടെ ചെലവില്ലാതെ നന്നാകാനുള്ള ഒരു വഴി പറഞ്ഞു തരട്ടെ. 1 രൂപയുടെ ചെലവില്ല, ഒരു കഷ്ടപ്പാടുമില്ല, ഒരിടക്കലും പോകണ്ട, ഒരു ഡോക്ടറെയും കാണണ്ട. നിന്റെ എല്ലാ ദുശീലങ്ങളും മാറാനുള്ള ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞു തരട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ അബൂദർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കടന്നു വരികയാ. അബൂദർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരേ, എനിക്ക് നന്നാകണം നബിയേ, എനിക്ക് നന്നാകണം നബിയേ, എനിക്കൊരു വഴി പറഞ്ഞു തരുമോ നബിയേ? ആരാ അബൂദർ? കഞ്ചാവടിക്കുന്നവനല്ല, കണ്ണു കുടിക്കുന്നവനല്ല, വ്യഭിചരിക്കുന്നവനല്ല, നിസ്കരിക്കാത്തവനല്ല. ആരാണ് അബൂദർ എന്നറിയോ? അബൂദർ എന്ന് പറയുന്ന സ്വഹാബിയുടെ സ്ഥാനം അറിയുമോ? ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകനും ജിബ്രീൽ അലൈഹിസ്സലാം രണ്ടുപേരും കൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അബൂദർ എന്ന് പറയുന്ന പാവപ്പെട്ട സ്വഹാബി അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലൂടെ നടന്നു പോവുകയാ. ദരിദ്രനായ പാവപ്പെട്ടവനായ അബൂദർ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലൂടെ ജിബ്രീലിന്റെ മുന്നിലൂടെ നടന്നു പോകുമ്പോ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആ പോകുന്നത് അബൂദറല്ലേ നബിയേ, ആ പോകുന്നത് അബൂദറല്ലേ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പേര് പറഞ്ഞിട്ട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന് പോലും അത്ഭുതമാവുകയാ, അല്ലാഹുവിന്റെ റസൂലിന് പോലും അത്ഭുതമാവുകയാ. ജിബ്രീല്, അബൂദറാണെന്ന് നിനക്കാരാ പറഞ്ഞു തന്നത്? അത് അബൂദറാണെന്ന് നിനക്ക് എങ്ങനെ അറിയാ? എന്റെ അബൂദറിന് പരിചയമുണ്ടോ? എന്റെ അബൂദറിന് നിനക്ക് പരിചയമുണ്ടോ? യാ റസൂലല്ലാഹ്, ഇന്നഹു ലഫീ മലകൂതി സമാവാതി സബ്ഉ അശ്റു ഫിൽ അർളി. ഈ ഭൂമിയിലുള്ള ജനങ്ങൾ അബൂദറിനെ അറിയുന്നതിനേക്കാളും നല്ലതുപോലെ 7 ആകാശത്തിലുള്ള മലക്കുകൾക്ക് പോലും ആ ചെറുപ്പക്കാരനെ അറിയാം. അല്ലാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമുള്ള സ്വഹാബിയാണ് മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു. ആ അബൂദറാണ് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ്, നന്നാകാനൊരു വഴി പറഞ്ഞു തരുമോ? നന്നാകാനൊരു വഴി പറഞ്ഞു തരുമോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്തെന്നറിയോ? നന്നാകാൻ ആഗ്രഹമുണ്ടോ? ചാലിയം പള്ളിയുടെ ഖബർസ്ഥാനിൽ പോകൂ. ചാലിയം പള്ളിയുടെ
ഖബർസ്ഥാനിൽ പോക്, നിന്റെ വാപ്പ കിടപ്പുണ്ടല്ലോ, നിന്റെ ഉമ്മ കിടക്കുന്നുണ്ടല്ലോ, നിന്റെ കൂടപ്പുറപ്പ് കിടക്കുന്നുണ്ടല്ലോ, നിന്റെ കുടുംബക്കാര് കിടക്കുന്നുണ്ടല്ലോ, നിന്റെ കൂട്ടുകാര് കിടക്കുന്നുണ്ടല്ലോ, നിന്നെ കാലം പ്രായം കുറഞ്ഞവര് കിടക്കുന്നുണ്ടല്ലോ, ഈ ചാലിയത്തെ സമ്പന്നന്മാര് കിടക്കുന്നുണ്ടല്ലോ, ഈ നാട്ടിലെ കഥ, ഈ നാട്ടിലെ ഗുണ്ടകൾ കിടക്കുന്നുണ്ടല്ലോ, ഈ നാട് മുഴുവനും പറപ്പിച്ച പലരും ചാലിയം പള്ളിയിലെ പള്ളിപ്പറമ്പിലെ മണ്ണിനടിയിൽ കിടക്കുന്നുണ്ട്. അവന്റെ തലച്ചോറ് വളച്ചെടുത്തിട്ട് അവന്റെ തലയുടെ മുകളിൽ നട്ടുവെച്ചിരിക്കുന്ന ആ ചെടികൾ പോലും നിന്നോട് കഥ പറഞ്ഞു തരും ചെറുപ്പക്കാരാ. അവിടെ പോയൊരു 10 മിനിറ്റ് നിന്നാ നിനക്ക് പേടിയാടാ, ഒറ്റയ്ക്ക് പോകാ പേടിയാ, ഒറ്റയ്ക്ക് പോകാ പേടിയാ. ഞങ്ങൾക്ക് പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്ത് പോകാൻ പറ്റില്ലല്ലോ, വീട്ടിൽ പോകാൻ പറ്റില്ലേ പെങ്ങള്? ഈ ചാലിയത്തിന്റെ പരിസരത്ത്, നിന്റെ വീടിന്റെ പരിസരത്ത് ഏതെങ്കിലും ഒരു പെണ്ണു മരിച്ചാൽ മരണ വീട്ടിൽ പോയിട്ട് ചോദിക്കണം, മയ്യത്ത് കുളിപ്പിക്കുന്നത് എവിടെയാ, മയ്യത്ത് കുളിപ്പിക്കുന്നത് എവിടെയാ? ആ പെണ്ണിന്റെ ജനാസ കുളിപ്പിക്കാൻ എടുത്തു വെച്ചാൽ ഒന്ന് കേറണേ പെങ്ങളെ. മയ്യത്ത് കുളിപ്പിക്കുന്ന സ്ഥലത്ത് കിടന്നു ചെന്നാൽ ആ കിടക്കുന്ന പെണ്ണിനെ നിനക്ക് കാണാൻ പറ്റിയ നിന്റെ എല്ലാ ദുശീലങ്ങളും മാറുകയാ. സമയത്ത് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരയാറുള്ള കാരണം എന്തെന്നറിയുമോ? ഒറ്റയ്ക്ക് പോയി കിടക്കുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. ദുനിയാവിലെ മാതാപിതാക്കളുണ്ട്, കൂടപ്പുറപ്പുകളുണ്ട്, കുടുംബക്കാരുണ്ട്, കൂട്ടുകാരുണ്ട്. നാളെ പരലോകത്ത് കടന്നു ചെല്ലുമ്പോ എല്ലാവരുമുണ്ട്. സ്വർഗത്തിലാണെങ്കിൽ അവിടെയും ആളുണ്ട്, നരകത്തിലാണെങ്കിലും അവിടെ ആളുണ്ട്. പക്ഷേ ചാലിയം പള്ളിയിലെ പള്ളിപ്പറമ്പിൽ നീ ഏകനാ. വാപ്പ വരില്ലല്ലോ, ഉമ്മ വരില്ലല്ലോ, ഭാര്യമക്കള് വരില്ലല്ലോ, കുടുംബക്കാര് വരില്ലല്ലോ. മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലെപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. അല്ലാഹുവേ, അല്ലാഹുവേ, 3 കച്ചം വെള്ള തുണിയിൽ പൊതിഞ്ഞത് ചാലിയം പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന മയ്യത്ത് കെട്ടിലിന്റെ മുകളിലേക്ക് നിന്നെ എടുത്ത് മലർത്തി കിടത്തിയിട്ട് ആ ജനാസ ഉയർത്തുമ്പോ മരണ വീട്ടിലെ ഏറ്റവും കൂടുതൽ കരച്ചിൽ കേൾക്കുന്ന സമയമാ. അപ്പോഴാണ് നിലവിളി കേൾക്കുന്നത്, എന്റെ ഇക്കാനെ കൊണ്ടുപോകല്ലേ, എന്റെ ഉപ്പാനെ കൊണ്ടുപോകല്ലേ, എന്റെ സഹോദരനെ കൊണ്ടുപോകല്ലേ, എന്റെ പൊന്നുമോനെ കൊണ്ടുപോകല്ലേ. ഏറ്റവും കൂടുതൽ കരയുന്ന സമയമാ. ക്ഷമ വിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ടു പോന്നോ പൊന്നേ. ജന്മം നൽകിയ ബാപ്പയും ഉമ്മയും പോലും കരഞ്ഞു പോകുന്ന സമയമാ. എല്ലാവരും പള്ളിപ്പറമ്പ് വരെയല്ലേ വരൂ. അവസാനം ആറടി മണ്ണിനകത്ത് ഇറക്കി വെച്ചിട്ട് ഒരു പിടി മണ്ണ് വാരി കവളിന്റെ താഴെ വെച്ചു, പലകയെടുത്ത് നിരത്തിയിട്ട് മണ്ണിട്ട് മൂടിയിട്ട് ചെടിയും നട്ട് യാസീനൂതി ദുആ ചെയ്ത് അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ പള്ളിക്കാട്ടിൽ ആറടി മണ്ണിന്റെ അകത്ത് ഒറ്റയ്ക്ക് കിടത്തിയിട്ട് എല്ലാരും പോകുമല്ലോ. അവിടെയല്ലേ ഒറ്റയ്ക്ക് പോയി കിടക്കേണ്ടത്, ഖിയാമത്ത് നാൾ വരെ കിടക്കണമല്ലോ. തങ്ങൾ പറയുകയാ, അതോർത്തിട്ട് കരയുന്നതാ സഹാബ. അതുകൊണ്ട് എന്റെ
പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിനെ പേടിക്കുപ്പാ. പ്രായം കുറേ ആയില്ലേ, പ്രായം കുറേ ആയില്ലേ, വയസ്സ് കുറേ ആയല്ലോ, എന്തേ നീ നന്നാകാത്തത്? ചെറുപ്പക്കാരാ, നന്നാകാ സമയമായില്ലേടാ പൊന്നുമോര്. എന്റെ ഉമ്മയോട്, എന്റെ പെങ്ങളോട് ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹുണ്ടെന്ന് നീ എന്തേ ചിന്തിക്കാത്തത്? ആ റബ്ബിന്റെ മുന്നിൽ പോയി നിൽക്കേണ്ടവനാണെന്ന് എന്തേ ഓർക്കാത്തത്? എങ്ങനെയാ നിനക്ക് കണ്ടുകുടിക്കാൻ കഴിയുക? എങ്ങനെയാ വ്യഭിചരിക്കാൻ കഴിയുക? എങ്ങനെയാ പലിശ തിന്നാൻ കഴിയുക? എങ്ങനെയാ നിസ്കരിക്കാതെ കിടക്കാൻ കഴിയുക? പെങ്ങള്, അല്ലാഹുവിനെ പേടിക്ക് പെങ്ങള്. ഹൃദയത്തിന്റെ അകത്തേക്ക് അല്ലാഹു വരട്ടെ. ഖുർആനിന്റെ ആയത്തുകൾ എത്ര കേട്ടിട്ടും എന്തേ നീ നന്നാകാത്തത്? ഒരുപാട് ചരിത്രങ്ങൾ കേട്ടിട്ട് നിനക്ക് നന്നാകാൻ പറ്റാത്തതെന്താ? പടച്ചവരെ, പള്ളിയിലെ ഉസ്താദന്മാര് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനില് ഖബറിനെ കുറിച്ച് പറയുമല്ലോ, മരണത്തെ കുറിച്ച് പറയുമല്ലോ, നരകത്തെ കുറിച്ചും നരകത്തിന്റെ തീയെ കുറിച്ചും നരകത്തിന്റെ തട്ടുകളെ കുറിച്ചും അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ടല്ലോ. ഒരുപാട് മുൻഗാമികൾക്ക് റബ്ബ് കൊടുത്ത ശിക്ഷ പറയുന്നുണ്ടല്ലോ. എന്തേ നിനക്ക് മാറ്റം വരാത്തത്? എന്തേ മാറ്റം വരാത്തത്? എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ഫുളൈൽ തങ്ങളുടെ ചരിത്രം അറിയുമോ ചെറുപ്പക്കാരാ? പെങ്ങളെ പഠിക്കണം പെങ്ങളെ. ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന ഒരു മഹാൻ ഉണ്ടായിരുന്നു. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ കൊള്ളക്കാരുടെ നേതാവായിരുന്നു. പടച്ചവനെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഫുളൈലിന്റെ ജീവിതം പടച്ചവനെ ഒരു മോശമായ ജീവിതമായിരുന്നു. ഫുളൈൽ കൊള്ളക്കാരുടെ നേതാവാ. ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ടിഷ്ടപ്പെട്ടാൽ ഫുളൈൽ വിടാറില്ല. ആ പെണ്ണുമായി ശാരീരികമായി ബന്ധപ്പെടുമായിരുന്നു. ഫുളൈൽ ഒരു അല്ലാഹുവിനെ പേടിയുള്ള ഒരു സുന്ദരിയെ കാണുകയാണ്. ഒരു സുന്ദരിയായ പെണ്ണിനെ കാണുകയാ. അവൾ അല്ലാഹുവിനെ പേടിച്ചു ജീവിച്ചവളാ. ഫുളൈൽ തന്റെ ആഗ്രഹം പറഞ്ഞു. എന്ത് പറഞ്ഞിട്ടും പെണ്ണ് വഴങ്ങുന്നില്ല. അവസാനം ഫുളൈൽ പാതിരാത്രിയിൽ ആരും കാണാതെ വീടിന്റെ മതില് ചാടുകയാണ്. വീടിന്റെ വാതിൽ ചവിട്ടി പൊളിച്ചു. സുന്ദരിയായ പെണ്ണിന്റെ വീടിന്റെ അകത്ത് കയറി. ആ പെണ്ണിനോട് ആഗ്രഹം പറഞ്ഞു. സമ്മതിക്കാതെ വന്നപ്പോ പീഡിപ്പിക്കാൻ തയ്യാറാവുകയാണ്. ബലാത്സംഗം ചെയ്യാ പോവുകയാണ്. പെണ്ണിന്റെ വസ്ത്രമൊക്കെ വലിച്ചു കീറി അവൾ ആരോഗ്യമായി കീഴ്പ്പെടുത്തി. അവസാനം ആ പെണ്ണിന്റെ ശരീരത്തിന്റെ മുകളില് തന്റെ കാലുകൾക്കിടയില് ഫുളൈൽ വ്യഭിചരിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുമ്പോ അടുത്ത വീട്ടിൽ ഖുർആൻ ഓതുന്നത് കേൾക്കുകയാ. അടുത്ത വീട്ടിൽ ഖുർആൻ ഓതുന്നത് കേൾക്കുകയാ. അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അടുത്ത വീട്ടിലിരുന്ന് ഖുർആൻ പാരായണം ചെയ്യുന്ന ശബ്ദം കേൾക്കുകയാ. ഈ ആയത്ത് ഇങ്ങനെ കേൾക്കുമ്പോ ആ പെണ്ണ് ചോദിക്കുന്നു, ഫുളൈലേ, അല്ലാഹു ചോദിക്കുന്നത് നീ കേൾക്കുന്നില്ലേ? അല്ലാഹു ചോദിക്കുന്നത് കേൾക്കുന്നില്ലേ? അലം യഅനില്ലദീന ആമനൂ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ആ പെണ്ണ് ആ ചോദ്യം ചോദിക്കുമ്പോ ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നിറകണ്ണുകളോടെ പോവുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ഒരുപാട് ആയത്തുകൾ ഞാനും നിങ്ങളും കേൾക്കുന്നുണ്ട്. പക്ഷേ മാറ്റമില്ലല്ലോ, നന്നാകാ തോന്നുന്നില്ലല്ലോ, അല്ലാഹുവിനെ പേടിയില്ലല്ലോ. നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് അല്ല ഇറങ്ങട്ടെ, ഹൃദയത്തിന്റെ അകത്ത് അല്ല ഇറങ്ങട്ടെ. രക്ഷപ്പെട്ടു പെങ്ങള്. അല്ലാഹു നിന്റെ ഹൃദയത്തിന്റെ അകത്ത് ഇറങ്ങിയാ നീ എത്ര വലിയ ഭാഗ്യവതി എന്നറിയോ? നിനക്ക് യൂസുഫ് നബിയുടെയും സുലൈഖയുടെയും ചരിത്രം കേൾക്കാൻ ഇഷ്ടമാണല്ലോ. സുലൈഖ ബീബി റളിയല്ലാഹു തആല അൻഹാ ഈജിപ്തിന്റെ ഈജിപ്തിന്റെ കൊട്ടാരത്തിന്റെ അകത്തേക്ക് യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരെ വിളിച്ചു കയറ്റിയിട്ട് മണിയറക്കകത്ത് വിളിച്ചു കയറ്റിയിട്ട് സുലൈഖ ബീബി റളിയല്ലാഹു തആല അൻഹാ യൂസുഫ് നബിയെ തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് പറയുന്നു, യൂസുഫേ, എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചതാ യൂസുഫേ, എനിക്ക് നിന്നോട് വല്ലാത്ത സ്നേഹമാ യൂസുഫേ. സുലൈഖ എന്ന് പറയുന്ന രാജകുമാരി യൂസുഫ് നബി അലൈഹിസ്സലാമിനെ നല്ല വസ്ത്രം ധരിച്ച് സുഗന്ധമടിച്ച് കൊട്ടാരത്തിന്റെ
കഅബത്തിന്റെ മണിയറയ്ക്കകത്ത് യൂസുഫ് നബി തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് യാചിക്കുമ്പോ സുലൈഖ, എനിക്ക് അല്ലാഹുവിനെ പേടിയാ സുലൈഖ. യൂസുഫ് നബി തെള്ളിയിട്ട് ഇറങ്ങി ഓടുമ്പോ സുലൈഖ ഓടുകയാ. രാജാവിന്റെ കൊട്ടാരത്തിലെ പെണ്ണല്ലേ, യൂസുഫ് നബിയുടെ പുറകെ ഓടുകയാണ്. യൂസുഫ് നബിയുടെ വസ്ത്രം പിടിച്ച് വലിച്ചു കീറുകയാ. നിനക്ക് ചരിത്രമറിയുമല്ലോ, എങ്കിലാ സുലൈഖയുടെ അവസാനം നീ എന്തുകൊണ്ടേ പഠിക്കാത്തത്? എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിന്റെ ഭരണാധികാരിയായി. ഈ സുലൈഖ ബീബി റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിച്ചു. പക്ഷേ മണിയറയ്ക്കകത്ത് കടന്നു ചെല്ലുമ്പോ സുലൈഖ സഹകരിക്കുന്നില്ല. യൂസുഫ് നബിയോടൊപ്പം സഹകരിക്കാതെ വന്നപ്പോ സുലൈഖ ബീബി റളിയല്ലാഹു തആല അൻഹയോട് യൂസുഫ് നബി അലൈഹിസ്സലാം ചോദിച്ചു, സുലൈഖ നിനക്കെന്തു പറ്റി സുലൈഖ? അല്ലാഹു ഹറാമാക്കിയ കാലത്ത് എന്നോടുള്ള സ്നേഹം കാരണം എന്നെ കേറി പിടിച്ചവളല്ലേ സുലൈഖ, എന്നോട് യാചിച്ചവളല്ലേ സുലൈഖ. എന്തുകൊണ്ടാ അല്ലാഹു ഇന്ന് നിനക്കെന്നെ ഹലാലാക്കി തന്നല്ലോ, എന്തു വേണമെങ്കിലും ചെയ്യാമല്ലോ, എന്തുകൊണ്ടാ നീ എന്റെ അടുത്ത് സഹകരിക്കാത്തത്? ആ സമയത്ത് സുലൈഖ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? യൂസുഫേ, എന്റെ ഹൃദയം നിറയെ നീയാ, എനിക്ക് എന്റെ ഹൃദയം നിറയെ നീയായിരുന്നു യൂസുഫേ, എനിക്ക് നിന്നോട് വല്ലാത്ത സ്നേഹമായിരുന്നു യൂസുഫേ, അതുകൊണ്ടാ ഞാൻ അന്ന് നിന്നെ കേറി പിടിച്ചത്. പക്ഷേ ഇന്നെന്റെ ഹൃദയത്തിന്റെ അകത്ത് നീയല്ല യൂസുഫേ, അല്ലാഹുവാണ് യൂസുഫേ, എന്റെ ഹൃദയം നിറയെ അല്ലാഹുവാ, അതുകൊണ്ടാണ് എനിക്ക് നിന്നോട് സഹകരിക്കാൻ കഴിയാത്തതെന്ന് സുലൈഖ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞെന്ന് ചരിത്രം പറയുമ്പോ അല്ലാഹ് കേറിക്കഴിഞ്ഞാൽ അങ്ങനെയാ, അല്ലാഹ് കേറിക്കഴിഞ്ഞാൽ അങ്ങനെയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിനെ പേടിച്ചോ, അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചോ. ഈ ലോകത്തിനൊരു അധിപനുണ്ട്, ഈ ലോകത്തിനൊരു അള്ളയുണ്ട്, നിനക്കൊരു റബ്ബുണ്ട്. ആ റബ്ബ് നാളെ പിടിച്ച് നിന്നെ നിർത്തുമല്ലോ, നിന്നെ എണ്ണി എണ്ണി ചോദിക്കുമല്ലോ. ഈ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയത് മുഴുവനും നാളെ സിറാജിനെ പിടിച്ചു നിർത്തിയിട്ട് എന്റെ റബ്ബനോട് ചോദിക്കുമല്ലോ. ആയുസ് എങ്ങനെ ചെലവഴിച്ചു, യുവത്വം എങ്ങനെ ചെലവഴിച്ചു, സമ്പത്ത് എങ്ങനെ ഉണ്ടാക്കി, എങ്ങനെ ചെലവഴിച്ചു, റബ്ബനോട് ചോദിക്കുമല്ലോ. അതുകൊണ്ട് ഹസിബൂ ഖബല അൻ തുഹാസബൂ, വിചാരണ കടന്നു വരുന്നതിന് മുമ്പ് സ്വന്തമായിട്ടൊന്ന് ചിന്തിക്കുന്നത് നല്ലതാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര്, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ, അല്ലാഹുവിനെ വല്ലാത്ത പേടിയായിരുന്നു. പടച്ചവനെ ഭയന്ന് ജീവിച്ചിരുന്ന സ്വഹാബിയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര്, മഹാനവറുകളുടെ ജീവിതത്തിലെ നാലാമത്തെ ഗുണം അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ. അല്ലാഹുവേ, നിന്നെ കുറിച്ചുള്ള ഭയം ഞങ്ങളുടെ ഹൃദയത്തിൽ നീ നിറച്ചു തരണേ അല്ലാഹ്.